ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ക്ലേയും ഇതുപോലത്തെ നെയ്യുടെ ബോട്ടിലും വെച്ചിട്ടുള്ളൊരു കുഞ്ഞു ക്രാഫ്റ്റാണ്. അപ്പോൾ എങ്ങനെ ചെയ്യും നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ക്ലേ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലേയുടെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അപ്പോൾ അത് വേസ്റ്റ് ആവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ആദ്യം തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഇല്ല എങ്കിൽ ഒരു കാർഡ്ബോർഡ് പേപ്പറിൽ ഒരു ഫ്ലവർ വരച്ചെടുത്തിട്ട് അത് ഇതിന് മുകളിൽ വെച്ചിട്ട് വല്ല ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് 3 സൈസിലും നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് പൗഡർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒട്ടി പിടിക്കും. അപ്പോൾ നമുക്ക് പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒട്ടി പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും. അതിനാണ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും വലിയ ഫ്ലവറും ഏറ്റവും ചെറിയ ഫ്ലവറും കൂടിയിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് ഡബിൾ ലെയറായിട്ട് നമ്മൾ ബോട്ടിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്റർ പോർഷനിൽ വലിയ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് നമുക്കിത് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇനി വലുതും ചെറുതും കൂടി മിക്സ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു കുഞ്ഞ് ഫ്ലവർ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, അത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഗ്ലൂ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല, കാരണം ഇത് ഓൾറെഡി ഡ്രൈ ആകുമ്പോൾ അതിൽ നല്ല സ്റ്റിക്കായിട്ട് ഇരുന്നോളും. ഇനി ഇതാ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അവസാനം വേസ്റ്റ് വന്ന കുറച്ച് ക്ലേ ഞാൻ അടിയിൽ വെറുതെ ഒന്ന് വെച്ചതാണ്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പാത്രത്തിൻ്റെ അടപ്പും കൂടി ഇതിൻ്റെ അടിയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു ഞാൻ. ഇനി ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം കൂടി നമുക്കൊന്ന് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് അവസാനമായിട്ട് കുറച്ച് ക്ലേ ബാക്കിയുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് പൗഡർ കൈമലാക്കിയിട്ട് ഈ ബോട്ടിലിന് മേലെ ഒന്ന് വെറുതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മിൻസായിട്ട് വരും, അത് നല്ല ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇതില്ല എങ്കിലും നിങ്ങൾക്ക് വലിയ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുത്താലും മതി. അപ്പോൾ അതാ ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ കളറാണ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇത് നല്ല ലൈറ്റ് കളറായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലാക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിൽ. അങ്ങനെ ഇത് ഇതിന് മുകളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ കളർ അത്ര ഒരു ഭംഗി തോന്നിയില്ല, അതുകൊണ്ട് ഞാനിത് ബ്ലാക്ക് ആക്കി. അപ്പോൾ ഫുള്ള് ബ്ലാക്ക് കളർ തന്നെ പിന്നെയും ഒന്ന് ബ്ലാക്ക് കളറൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു ഫുള്ളായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഷേപ്പ് മാറിയ പോലെ തോന്നി. അപ്പോൾ അടിഭാഗത്തുള്ള ആ ഒരു അടപ്പ് ഞാൻ ഒട്ടിച്ചത് എടുത്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ അടുത്തത് കൊടുക്കാൻ പോകുന്നത് ബ്രൗൺ മെറ്റാലിക് പെയിൻ്റാണ്. അപ്പോൾ അത് അതുപോലെ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് കൊടുക്കുക. കാരണം പെട്ടെന്ന് കൊടുക്കുമ്പോൾ കട്ട പിടിച്ചിട്ട് അവിടെ ഇരിക്കും, വെള്ളം ചേർക്കാതെ കൊടുക്കുമ്പോൾ. അപ്പോൾ തുള്ളിയൊരു വെള്ളം തൊട്ടിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അതുപോലെ നല്ലൊരു ആൻറ്റിക് ലുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ക്ലിയർ വാർണിഷും കൂടി അടിക്കുന്നുണ്ട്. ക്ലിയർ വാർണിഷ് അടിച്ചാലാണ് നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു തിളക്കമൊക്കെ കിട്ടും ഇതിന്. അതിന് വേണ്ടിയിട്ടാണ് ക്ലിയർ വാർണിഷ് അടിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളിവിടെ ഫുള്ളായിട്ട് ക്ലിയർ വാർണിഷ് അടിച്ച് സെറ്റ് ചെയ്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഒരു ബോട്ടിൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലേ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. അപ്പോൾ നമ്മൾ ക്ലേ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും. അപ്പോൾ ഒരു ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെ പെട്ടെന്ന് തോന്നുന്നില്ല, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഇതിൽ കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ആകെ കുറഞ്ഞ ചിലവ് ഇതിന് വരുന്നുള്ളൂ, പക്ഷെ നല്ലൊരു പോട്ട് നമുക്ക് കിട്ടും. അവിടെ ഈ പ്ലാന്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പോട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.